അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഈ തിരിച്ചറിവുണ്ടല്ലോ, അതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ നിന്റെ അധികാരത്തെ ഭയക്കുന്നില്ല, നിന്റെ സൈന്യത്തെ ഭയക്കുന്നില്ല, നിന്റെ അക്രമത്തെ ഭയക്കുന്നില്ല. ഫഖ്ദിമാ ഞങ്ങളിലേക്ക് നീ ക്ഷമ ചൊരിഞ്ഞു തരണേ. ഈ ഫിർഔൻ എന്ത് ചെയ്യുമെന്നറിയില്ല, ഏത് രീതിയിൽ ആക്രമിക്കുമെന്നറിയില്ല, ഏത് രീതിയിലാണ് പീഡിപ്പിക്കാൻ പോകുന്നതെന്നറിയില്ല. എന്തൊക്കെ പീഡനങ്ങൾ വന്നാലും എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും ഈ തൗഹീദിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണം റബ്ബേ, അതിനുള്ള ക്ഷമ ഞങ്ങൾക്ക് നൽകണം റബ്ബേ. അവസാനം പിടഞ്ഞ് 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 ഞങ്ങൾ മരിക്കുമ്പോ വതവഫനാ മുസ്ലിമീൻ, മുസ്ലിങ്ങളായി കൊണ്ട് ഞങ്ങൾ നീ മരിപ്പിക്കുകയും ചെയ്യണം റബ്ബേ. ആ നിർഭയത്വം പ്രിയപ്പെട്ടവരെ, കൊലക്കത്തിക്ക് മുന്നിലും പതറിപ്പോകാത്ത നിർഭയത്വമുണ്ടല്ലോ, രാജാധികാരത്തിന്റെ മുന്നിലും ഭയപ്പെട്ടു പോകാത്ത പതറിപ്പോകാത്ത നിർഭയത്വമുണ്ടല്ലോ. ആ നിർഭയത്വം പകരം തരാമെന്നാണ് അള്ളാഹു പറയുന്നത്. എന്ത് വേണം? തൗഹീദ് വേണം. അല്ലെങ്കിൽ പതറിപ്പോവും, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ വരുമ്പം പതറിപ്പോകും. തൗഹീദുള്ളവൻ പതറില്ല. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ബില്ല് പാസ്സാവുകയാണ്, നിന്റെ സ്വത്ത് നഷ്ടപ്പെടുകയാണ്, നീ വല്ല രാജ്യത്തേക്കും പോകേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്നവരുണ്ട്, സമാധാനം നഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത് എന്താണ് പ്രിയപ്പെട്ടവരെ? ഖുൽ, നബിയെ പറയുക, പറയാൻ പഠിപ്പിക്കുക. എന്താണ്? ലൈ യുസീബനാ, ഞങ്ങളെ ബാധിക്കുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾക്ക് എഴുതിയതല്ലാതെ ഞങ്ങൾക്ക് ബാധിക്കുകയില്ല. ഹുവ മൗലാനാ, ഞങ്ങളുടെ രക്ഷാധികാരി അവൻ മാത്രമാണ്, അവൻ മാത്രമാണ്. രാഷ്ട്രീയ ജീവിതത്തിലും പൊതുജീവിതത്തിലും തൗഹീദിലൂടെ നേടിയെടുക്കുന്ന നിർഭയത്വത്തെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിലുള്ള നിർഭയത്വം കൂടിയുണ്ട്. മുന്നിൽ, വീടിന്റെ മുന്നിലേക്ക് പച്ചശാളും വിരിച്ചിട്ട് ഒരു മനുഷ്യൻ വരികയാണ്, എന്നിട്ട് പറയുകയാണ്, ഈ വീട് പൊളിച്ചിട്ട് നിങ്ങൾ വേറെ വീട്ടിലേക്ക് മാറിയിട്ടില്ലെങ്കിൽ ഇവിടെ ദുർമരണം നടക്കുമെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ മുസ്ലിം സമുദായത്തിൽ 70% വരുന്ന ആളുകളും ആ വർത്തമാനത്തിൽ പേടിച്ചു പോകാൻ സാധ്യതയുണ്ട്. ആ വർത്തമാനത്തിൽ അവരുടെ സമാധാനം കെടാൻ സാധ്യതയുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ദഅവത്ത് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം അദ്ദേഹത്തിന് ചെറിയ ചില അസുഖങ്ങൾ വരികയാണ്, ചെറിയ ചില പ്രയാസങ്ങൾ വരികയാണ്. ആ സമയത്ത് ആ നാട്ടിലെ ആളുകൾ മുഴുവൻ, ആ നാട്ടിലെ ബഹുദൈവാരാധകരായ മനുഷ്യർ മുഴുവൻ വന്നിട്ട് ഹൂദ് നബിയോട് പറയുകയാണ്, ഇന്നഖൂലു ഇല്ലാ തറാക ബഅദു ആലിഹതിനാ ബിസൂ, ഞങ്ങളുടെ ഇലാഹുകളിൽ നിന്ന് എന്തോ ഒരു ഷർറ് നിന്നെ ബാധിച്ചിട്ടുണ്ട്, എന്തോ ഒരു കുഴപ്പം നിന്നെ ബാധിച്ചിട്ടുണ്ട്. ഹൂദേ, ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ ഞങ്ങളുടെ ഇലാഹുകളോട് കളിക്കാൻ പാടില്ല, ഞങ്ങളുടെ ആരാധ്യരോട് ദൈവങ്ങളോട് കളിക്കാൻ പാടില്ലെന്ന് ഹൂദേ നിന്നോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ? അതിന്റെ മറുപടി എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഹൂദ് നബി പറയുകയാണ്, ഖാല ഇന്നി ഉഷ്ഹിദുല്ലാഹ്, ഞാനിതാ അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്, അള്ളാഹുവിനെ സാക്ഷ്യം വഹിക്കുക, അള്ളാഹുവിനോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. വഷ്ഹദൂ, നിങ്ങളും സാക്ഷ്യം വഹിച്ചുകൊള്ളുക, അന്നീ ബരീഉം മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ പങ്കുചേർക്കുന്ന ദൈവത്തെ എനിക്ക് പേടിയില്ലടോ, നിങ്ങൾ പങ്കുചേർക്കുന്ന അള്ളാഹുവിന്റെ പങ്കുകാരെ എനിക്ക് പേടിയില്ലടോ. മിൻ ദൂനിഹി ഫകീദൂനി ജമീഅ
അവന് പുറമെയുള്ള നിങ്ങളുടെ സകലരെയും വിളിച്ചുകൊണ്ട് നിങ്ങൾക്കാവുന്നത് നിങ്ങൾ ചെയ്തു കൊള്ളുക. നിങ്ങൾക്ക് പറ്റുന്ന കുതന്ത്രങ്ങൾ മുഴുവനും നിങ്ങൾ ചെയ്തു കൊള്ളുക. നിങ്ങളെ ഞാൻ പരിഗണിക്കുകയേയില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇന്നി തവക്കൽതു അലല്ലാഹ്, ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബിക്കും. നിങ്ങളുടെയും എന്റെയും രക്ഷിതാവായ അല്ലാഹുവിൽ ഞാൻ ഇതാ പരമേൽപ്പിക്കുകയാണ്. മാ മിൻ ദാബത്തിൻ ഇല്ലാഹു ആഖിദും ബിനാസിയതിഹാ. ഈ ഭൂമിയിൽ ഒരു ജീവിവർഗം പോലുമില്ല, അതിന്റെ കുടുമയിൽ അല്ലാഹു പിടിച്ചിട്ടല്ലാതെ. അത് എത്ര ചെറിയ വൈറസ് ആകട്ടെ, എത്ര ചെറിയ ബാക്ടീരിയ ആകട്ടെ, എത്ര വലിയ ഭീമാകാരമായ തിമിംഗലമാകട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, തമോഗർത്തങ്ങളാകട്ടെ, ഗ്രഹങ്ങളാകട്ടെ, മനുഷ്യനറിയാത്ത പ്രതിഭാസങ്ങളാകട്ടെ, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലല്ലാത്ത ഒന്ന് ഈ ഭൂമി ലോകത്തില്ല എന്ന് ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുകയാണ്. ഈ ഒരു നിർഭയത്വം പ്രിയപ്പെട്ടവരെ തൗഹീദിലൂടെ അല്ലാതെ മറ്റെവിടുന്നാണ് നമുക്ക് ലഭിക്കുക? എവിടുന്നാണ് നമുക്ക് കിട്ടുക? ആ നിർഭയത്വം കിട്ടണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ.